ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. ഒരിക്കൽ ഒരു സന്യാസിയെ വഴിയിൽ കൂട്ടം കൂടി നിന്ന ചെറുപ്പക്കാരിൽ ഒരാൾ അസഭ്യവാക്കുകൾ പറഞ്ഞ് ആക്ഷേപിക്കുകയുണ്ടായി. സന്യാസിയാകട്ടെ അത് കേട്ടിട്ടും മറിച്ചൊന്നും പറയാതെ ഒരു പുഞ്ചിരിയോടുകൂടി മുന്നോട്ട് പോയി. അപ്പോൾ ചെറുപ്പക്കാരിൽ ഒരാൾ കളിയാക്കിയ ചെറുപ്പക്കാരനെ ഗുണദോഷിച്ചു: സുഹൃത്തെ, നീ കാണിച്ചത് തീരെ അബദ്ധമായിപ്പോയി. വിശുദ്ധനായ ഒരു മനുഷ്യനെയാണ് ആക്ഷേപിച്ചത്. അദ്ദേഹത്തിൻ്റെ ശാപം കിട്ടിയാൽ നിന്റെ കുടുംബം കുളം തോണ്ടും. നീ വേഗം പോയി അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം. സുഹൃത്ത് പറഞ്ഞത് ശരിയാണെന്ന് ആക്ഷേപിച്ചവന് തോന്നി. സന്യാസിയെ പിന്തുടർന്ന് മാപ്പ് ചോദിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അടുത്തുള്ള ദേവാലയത്തിലേക്ക് സന്യാസി പ്രാർത്ഥിക്കാനായി കയറിപ്പോയിരുന്നു. സന്യാസി ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുവാനായി ചെറുപ്പക്കാരൻ വാതിൽക്കലിൽ നിന്നു. പ്രാർത്ഥിച്ചിറങ്ങി വന്ന സന്യാസിയോട് അയാൾ മാപ്പ് ചോദിച്ചുകൊണ്ട് പറഞ്ഞു: അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. അപ്പോൾ ഒരു പുഞ്ചിരിയോടെ സന്യാസി പറഞ്ഞു: ഞാൻ അപ്പോൾ തന്നെ നിന്നോട് ക്ഷമിച്ചു കഴിഞ്ഞു. ദൈവം നിന്നോട് ക്ഷമിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ദേവാലയത്തിൽ കയറിയത്. സമാധാനത്തോടെ നീ പോയിക്കൊള്ളുക. ആക്ഷേപിച്ചവനെ മർദ്ദിക്കാനോ തിരികെ അസഭ്യം പറയുവാനോ ഒന്നും സന്യാസി തയ്യാറായില്ല. ശരിയായ സ്വാതന്ത്ര്യം എന്തെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് സന്യാസി തിരഞ്ഞെടുത്തത്. ലോകത്ത് പലയിടത്തും സ്വാതന്ത്ര്യ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ശരിയായ സ്വാതന്ത്ര്യം എന്തെന്ന് ലോകത്തെ പഠിപ്പിച്ച സമരമാർഗമായിരുന്നു. ശത്രുവിൻ്റെ ചോരപ്പുഴകളിലൂടെയല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധി നയിച്ചത്. ഹിംസാധിഷ്ഠിതമായ സത്യാഗ്രഹത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ശൈലിയിലൂടെ, ആത്മത്യാഗത്തിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം വിജയം കണ്ടത്. ഹിംസയും അഹിംസയുമുള്ള ലോകത്തിൽ അഹിംസ തിരഞ്ഞെടുക്കപ്പെടുന്നതും തിന്മയും നന്മയുമുള്ള ചുറ്റുപാടുകളിൽ നന്മ തിരഞ്ഞെടുക്കുന്നതുമാണ് ശരിയായ സ്വാതന്ത്ര്യം. കർത്താവ് പഠിപ്പിച്ചത് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ ശരിയായ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരംഗത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. വാക്കുകൾ കൊണ്ട് മാത്രം ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പ്രഖ്യാപിച്ച ആളല്ല നമ്മുടെ കർത്താവ് യേശു മിശിഹ. ജീവിതത്തിലൂടെ, കൊടിയ വേദനയിലൂടെ, കുരിശിൽ കിടന്ന് സ്വന്തം ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത ആളാണ് നമ്മുടെ കർത്താവായ യേശു മിശിഹ. ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന കർത്താവിൻ്റെ വലിയ മാതൃകയാണ് സമീപത്ത് കിടന്ന ഒരു കള്ളനെ പോലും മാനസാന്തരപ്പെടുത്തിയത്. അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പോലും മറ്റുള്ളവരെ വെട്ടിനുറുക്കുന്ന ഒരു ശൈലിയാണ് നാം ഇന്ന് കാണുന്നത്. ആശയപരമായ ഭിന്നതകൾ ഉള്ളപ്പോൾ പോലും വ്യക്തിപരമായി പരസ്പരം ബഹുമാനിച്ചിരുന്ന നേതാക്കളാണ് പണ്ടുള്ളവർ. യേശുക്രിസ്തുവിൻ്റെ മാതൃകയിൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം. ശരിയായ സ്വാതന്ത്ര്യം എന്നത് നേര് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. മറ്റുള്ളവരെ ആദരിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. യേശുക്രിസ്തു തരുന്ന ആ വലിയ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ശത്രുക്കളായിട്ടുള്ളവരോട് പോലും ദൈവിക സ്നേഹം പകർന്നു നൽകി അവരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിന് ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ച് ഇന്നത്തെ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.
സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ,